Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Okay, all of you, good morning. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. Yes, ma'am. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Okay, ma'am. Everything I am, everything I be, I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Everything I have, all you given me, I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you, is a gift to you. Okay, ma'am. Okay, very good. Then sign in. Yes, ma'am. Good morning, ma'am, and good morning to all my friends. I am saying a small thought for the signing. എവിടെ നിന്നാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത്? ജീവിതം പഠിക്കുന്നത് സങ്കടങ്ങളിൽ നിന്ന് മാത്രമാണ്. സന്തോഷങ്ങൾ പ്രത്യേകിച്ച് നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ സങ്കടങ്ങൾ അങ്ങനെയില്ല, ജീവിതം പഠിപ്പിച്ചു തരും. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ സങ്കടമുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതൊരു സെമിക്കോളൻ മാത്രമാണ്. താങ്ക് യു. സൈനിങ് ബൈ അശ്വതി ക്ലാസ്. Okay. Thought of the day. Yes, ma'am. Good morning, ma'am, and my dear friends. Today thoughts. What do you decide to do? You make sure it makes you happy. It means that the main purpose of human life is happiness. Therefore, when we choose a work which gives happiness, life becomes very enjoyable. നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചാലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സന്തോഷമാണ്. അതിനാൽ സന്തോഷമുള്ള ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം വളരെ അസാധ്യകരമാകും. So do what makes you happy. Thank you, ma'am. Very good. ആക്ഷൻ സോങ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ആരെങ്കിലും? ആക്ഷൻ സോങ് റെഡിയാണോ ചെയ്യാനായിട്ട്? റീജ, Yes, ma'am. ഒരു ആക്ഷൻ സോങ് ചെയ്യാവോ? അയ്യോ ഞാൻ കോലം വല്ലാത്ത കോലത്തില, ഞാൻ കുളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് ചെയ്യാവോ? വിളിച്ചവരാരെങ്കിലും ഉണ്ടോ? Yes, ma'am. ഉണ്ട്. ചെയ്യാമോ സുരമ്യ? Yes, ma'am. ചെയ്യാവേ. ഞാനൊന്ന് ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ഞാൻ മാമിന്റെ പോസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട്. അതെല്ലേ, അത് ഞാൻ ചോദിക്കുന്നുണ്ട്. എല്ലാവരും കാണിക്കുകയും ചെയ്യണം, പറയുകയും ചെയ്യണം കേട്ടോ, എന്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പോസ്റ്റർ എന്ന്. ഓക്കെ. മാം ഇന്നലെ ചെയ്ത ആക്ഷൻ സോങ് തന്നെയാണ്, പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാനത് പിൻ ചെയ്യട്ടെ. I have a little nose and I have a little chin. I have a little mouth to put my dinner in. I have a little nose
And I have a little chin. I have a little mouth to my dinnering. Okay, ma'am. Thank you. Very good. Then story. സ്റ്റോറി ആരെങ്കിലും ഒരാളൊന്ന് പറയൂ, ഏതെങ്കിലും ഒരു സ്റ്റോറി. വീഡിയോ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞാൽ മതി. ഞാൻ പറയാം മാം ഒരു ഫ്രോഗിന്റെ സ്റ്റോറി പറയാം. പറഞ്ഞോളൂ. Once upon a time, there was a frog. One day, he decided to climb up the tree, but all the other frogs were discouraging him. Get down! You cannot do it. Get down! But the frog climbed up the tree anyway. But how? How was that possible? Because the frog was deaf, and he thought that all the other frogs were encouraging him to climb up the tree. So, friend, we have to be deaf in front of the negative comments. Thank you all. വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റർ നോക്കാം അല്ലെ? എല്ലാവരുടെയും എല്ലാവരും ചെയ്തിട്ടുണ്ടോ? Yes, ma'am. എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അമൃതയിൽ നിന്ന് തുടങ്ങാം. മാം, ഞാൻ റെക്കോർഡ് ക്ലാസ് രാവിലെ കണ്ടത്. എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിണ്ടായിരുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ട് വരണം കേട്ടോ. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ മാം. The air പിൻ pollution. ചെയ്യട്ടെ, എനിക്ക് പിൻ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ തരണേ. ഒരു മിനിറ്റ്. Okay, ma'am. ഓക്കെ, ഇത് എയർ പൊല്യൂഷന്റെ ഒരു പോസ്റ്ററാണ്. ക്ലീൻ എയർ ഹെൽത്തി ഫ്യൂച്ചർ. ദെൻ ഇത് സൗണ്ട് പൊല്യൂഷന്റെ മാം. സൗണ്ട് പൊല്യൂഷൻ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കാണുന്നുണ്ടല്ലോ? Then the land pollution. Say no to land pollution. Then the last one, radiation pollution. അത്രയാ മാം ചെയ്തത്, 4 എണ്ണം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിക്ചറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അമൃതയുടെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. Then next one, ആരാ കാണിക്കുന്നേ? ഞാൻ കാണിക്കാം മാം. തന്നിച്ച. ഓക്കെ, സൗണ്ട് പൊല്യൂഷൻ കാണുന്നുണ്ടോ എല്ലാവരും? യെസ് മാം. ഓക്കെ, Environment pollution. ഒരു സെക്കൻഡ് ഒന്ന് സമയം കൊടുക്കണേ. കാണിക്കുമ്പോ ആ പിക്ചറൊക്കെ ഒന്ന് നോക്കാനാണ് കേട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു. Air pollution. Land pollution. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടുപേരും ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഓക്കെ, ഇനി ആരാണ്? ഞാൻ കാണിക്കാം മാം. ആര്യ. എൻവയോൺമെന്റ് പൊല്യൂഷൻ കാണാവോ? കാണാം. എൻവയോൺമെന്റ് പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ. ബാക്കി കളർ അടിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, പിന്നെ ലാൻഡ് പൊല്യൂഷൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇത് ലാൻഡ് പൊല്യൂഷൻ കാണാവോ മാം? കാണാം കാണാം. പിന്നെ ഇത് സൗണ്ട് പൊല്യൂഷൻ. സൗണ്ട് പൊല്യൂഷൻ അല്ലേ? പിന്നെ
റേഡിയേഷൻ പൊല്യൂഷൻ. റേഡിയേഷൻ പൊല്യൂഷൻ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് വൺ. മാം ഞാൻ കാണിക്കാം മാം. അർച്ചനയാണേ. എന്താണെന്നൊന്ന് വായിക്കാം. മൈക്ക് മൂത്താണ്. എൻവയോൺമെന്റ് ഡേയുടെ ആണേ. ഇത് നേരത്തെ ചെയ്തു വെച്ചിരുന്നാണേ സ്കൂളിലെ പേർക്ക്. ആ 3 പിക്ചറിൽ എന്താണ് പറയുന്നത്? 3 പിക്ചർ കാണിക്കുന്നുണ്ടല്ലോ. ഇത് സേവ് ട്രീ, എർത്തിന്റെ ഒരു പിക്ചർ ഉണ്ട്. പിന്നെ പൊല്യൂഷൻ സ്റ്റോപ്പ് എന്നും പറഞ്ഞ ഒരു ഫാക്ടറി പോലെ ഒരു പടമുണ്ട്. പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം സേവ് വാട്ടർ എന്നും പറഞ്ഞു. പിന്നെ ഇത് എയർ പൊല്യൂഷൻ ആണ്. ഇത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. അത് ഇത് നോയിസ് പൊല്യൂഷന്റെ. നന്നായിട്ടുണ്ട് കേട്ടോ. Then next one. മാം ഞാൻ കാണിക്കാം മാം. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. മാം ഇത് ലാൻഡ് പൊല്യൂഷൻ. മാം ഇത് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ. എനിക്കധികം വരയ്ക്കാനൊന്നും. സേവ് ക്ലീൻ വാട്ടർ. അതെ, സേവ് ക്ലീൻ വാട്ടർ. എനിക്ക് അങ്ങനെ വരയ്ക്കാനൊന്നും അറിയത്തില്ല. ഞാൻ തട്ടിയും മുട്ടിയും വരച്ചതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഇത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാണ് വരച്ചത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രേ ആയുള്ളൂ. മാം ഇത് സൗണ്ട് പൊല്യൂഷൻ. കളർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. അതെന്താണ് എഴുതിയിരിക്കുന്നത്? സ്റ്റോപ്പ് CO2 അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. Then next one. 5 പേര് കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവര് പ്രസന്റ് ചെയ്യാം. ചെയ്തിട്ടില്ല? രേഷ്മ. യെസ് മാം. ഞാൻ കഴിഞ്ഞ കുറെ ക്ലാസ്സുകൾ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടു തീർക്കുന്നേ ഉള്ളൂ മാം. തിങ്കളാഴ്ച വരെ എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്യാം. മേഘ്ന. മാം ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല? ഇല്ല മിസ്സേ, ഞാൻ ഹോസ്പിറ്റൽ കേസായിട്ട് ഇങ്ങനെ മോനെയും കൂടെ നടക്കുമായിരുന്നു, അതുകൊണ്ടാ ചെയ്യാത്തെ. റീജ ചെയ്തില്ലേ? റീജ ഞാൻ ചെയ്തിട്ടുണ്ട് മാം, പക്ഷെ ഞാൻ ചിത്രം വരച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടില്ല? വരച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല? ഞാൻ ഒന്നിന്റെ വരച്ചിട്ടുണ്ട്. പിന്നെ കൈ പെട്ടെന്ന് കടയും. അപ്പൊ പിന്നെ മെനക്കെട്ട് വരയ്ക്കാൻ കുറച്ച് മെനക്കെട്ട്. ഞാൻ കാണിക്കാം. ഓക്കെ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വരയ്ക്കാനുണ്ട് മാം, വരച്ചിട്ട്. പതുക്കെ ചെയ്താൽ മതി, കുഴപ്പമില്ല. കൈയുടെ പ്രശ്നമുള്ളതല്ലേ, ധൃതി പിടിച്ച് ചെയ്യണ്ടേ കേട്ടോ. കുറേശ്ശെ ചെയ്താൽ മതി. ഓക്കെ.
അശ്വതി സുധീർ ചെയ്തായിരുന്നോ? അശ്വതി. യെസ് മാം. മാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ റെക്കോർഡിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അടുത്ത അത് ചെയ്ത് കാണിച്ചേക്കാം. ഓക്കെ ഓക്കെ. ഫസീല അബ്ദുൽ സലാം ചെയ്തിട്ടില്ല മാം, സുഖം ഉണ്ടായില്ലായിരുന്നു, പനിയായിരുന്നു. അപർണ സാനോ? മിസ്സേ ഞാനും ചെയ്തില്ല. ചെയ്തിട്ടില്ല? എന്ത് പറ്റി? ഇല്ല, ഞാന് വീട്ടിലായിരുന്നു, അപ്പൊ വയ്യാണ്ടൊക്കെ ഇരുന്നോണ്ട് ചെയ്തില്ല. അടുത്ത ക്ലാസ്സിൽ ചെയ്ത് കാണിക്കണം കേട്ടോ. ആ കാണിക്കാം. ഓക്കെ. ജിബി ഡെൻഡോ. ജിബി ചെയ്തിട്ടില്ല? ഓക്കെ. ചെയ്യാത്തവരെ അടുത്ത ക്ലാസ്സിൽ തന്നെ ചെയ്ത് കാണിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ. അപ്പോ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയല്ലോ. ചെയ്തവർക്ക് നല്ലൊരു കൈയടി കൊടുക്കുക കേട്ടോ. ഓക്കെ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ. നല്ല ഭംഗിയിൽ വെറൈറ്റി ആയിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് 9th ചാപ്റ്റർ എടുത്തായിരുന്നോ ആതിര മിസ്? യെസ് മാം. എടുത്തല്ലേ? ഇല്ലല്ലോ, 9th ചാപ്റ്റർ എടുത്തോ? എടുത്തിട്ടില്ല. സൂപ്പർവിഷൻ എടുത്തിട്ടില്ല. ഇല്ല മാം, എടുത്തിട്ടില്ല. ഗുഡ് മാനേഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നണം അല്ലേ? ഇല്ല, അവിടെ ബാത്റൂം മാനേഴ്സ് അവിടെ എത്തിയിട്ടുള്ളൂ, ബെഡ്റൂം മാനേഴ്സ് അവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയേഷൻ പൊല്യൂഷൻ പറഞ്ഞായിരുന്നോ? ഫുള്ള് പറഞ്ഞായിരുന്നോ? ഇല്ല മാം, ഇന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വാഹനങ്ങളുടെ അമിതമായ ശബ്ദങ്ങളും അതുപോലെ ഫോണുകളുടെ ഉപയോഗം. അതാണോ റേഡിയേഷൻ പൊല്യൂഷൻ? അതല്ല മാം, പറഞ്ഞോളൂ അമൃത പറഞ്ഞോളൂ. അത് മാം, അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മൾ ഭൂമിയിൽ ഇങ്ങോട്ടേക്ക് വരാൻ സംരക്ഷിക്കുന്നത് ഓസോൺ പാളികളാണ്. അപ്പോ നമ്മുടെ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്കത് വരും. അത് സ്കിൻ ക്യാൻസർ അങ്ങനത്തെ പോലത്തെ കുറെ സ്കിൻ രോഗങ്ങൾക്കൊക്കെ കാരണമാവും. ഓക്കെ. അതൊന്ന് വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അമൃത? റേഡിയേഷൻ പൊല്യൂഷൻ. Radioactive materials are most toxic as compared to organic poisons. Nuclear war materials. Sorry ma'am, മോൾ ഇവിടെ പ്രശ്നമാക്കുന്നത്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും വായിച്ചാൽ മതി. സുരമ്യ ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ. റേഡിയേഷൻ പൊല്യൂഷൻ. Radioactive materials are most toxic as compared to organic poisons. Nuclear wear materials test explosions, working of power plants and the use of radio isotopes in medicine industry and research are the main sources of radioactive pollution that could threaten or demand the quality of the environment. റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ അല്ലല്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നുകൂടെ നോക്കുമായിരുന്നു. അറിയാവുന്നത് പറഞ്ഞാൽ മതി കേട്ടോ.
അതായത് ഇപ്പൊ അമൃത പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴുന്നതിന്റെ കാരണമാണ് ഇതിൽ വരുന്നതിന്റെ പ്രധാനമായും. അതുവഴി നമുക്ക് സ്കിൻ ഡിസീസ് വരും. അപ്പൊ അതില് ന്യൂക്ലിയർ വെയർ മെറ്റീരിയൽസ്, ടെസ്റ്റ് എക്സ്പ്ലോഷൻസ്, വർക്കിംഗ് പവർ ഓഫ് പ്ലാന്റ്സ്, ഇതിനൊക്കെ അത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വഴി, അതായത് പൊല്യൂഷൻ ഉണ്ടാവുന്നു. ആണോ മാം? അങ്ങനെയാണോ? അതെ അതെ അതെ. ഓക്കെ. അതായത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് കൂടുതൽ ടോക്സിക് ആണ്, അതായത് കൂടുതൽ വിഷകാരിയാണ്, അതായത് കൂടുതൽ എന്താ പറയാ അമിതമായിട്ട് നമ്മള് ഓർഗാനിക് പോയിസൺസിനേക്കാളും, അതായത് ജൈവപരമായിട്ടുള്ള വിഷവസ്തുക്കളെക്കാളും കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? കമ്പയർ ചെയ്ത് നോക്കുമ്പോ. ഓക്കെ. നമ്മുടെ ഓർഗാനിക് പോയിസൺസിൽ, അതായത് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, അതായത് മറ്റു പല പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടി ഡേഞ്ചറസ് ആണെന്ത് റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാരും ഡേഞ്ചറസ് തന്നെയാണ്, പക്ഷെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ്. ഓക്കെ. അപ്പോ ഈ റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നത് ന്യൂക്ലിയർ വാർ മെറ്റീരിയൽസ്, അതായത് ആണവായുധങ്ങള്. നമുക്കറിയാലോ, യുദ്ധങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ആണവായുധങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടോ? ആണവായുധം പ്രയോഗിച്ചു, റഷ്യ ആണവായുധം പ്രയോഗിച്ചു, ഇസ്രായേല് ആണവായുധം പ്രയോഗിച്ചു. അങ്ങനെ എന്താണ് കുറേയധികം കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള, അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ട്, വാറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആണവായുധങ്ങള്, അതുപോലെ തന്നെ ടെസ്റ്റ് എക്സ്പ്ലോഷൻസ്, അതായത് പലതരത്തിലുള്ള സ്ഫോടനങ്ങള്, അതായത് യുദ്ധത്തിന് മുമ്പോടിയായിട്ട് പല പല പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ പവർ പ്ലാന്റുകൾ വർക്കിംഗ് ചെയ്യുന്നത്, കുറേയധികം പവർ പ്ലാന്റ്സ് നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. അതും എന്താണ് ഈ ഒരു റേഡിയേഷൻ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിനിൽ ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പുകൾ. ഓക്കെ. നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? റേഡിയോ ഐസോട്ടോപ്പുകളുടെ സഹായം തേടാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാർബൺ-14 എന്ന് പറയുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് റേഡിയേഷൻ പൊല്യൂഷന് കാരണമാകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രികളും അതുപോലെ പലതരത്തിലുള്ള ഗവേഷണങ്ങളും ഒക്കെ എന്താണ് റേഡിയേഷൻ പൊല്യൂഷന് കാരണമാകുന്നു. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ എൻവയൺമെന്റിന്റെ ക്വാളിറ്റിയെ തന്നെ എന്ത് ചെയ്യാണ്? ഇല്ലാതാക്കുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. മനസ്സിലായോ? ഓക്കെ. കോസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ, അതായത് റേഡിയേഷൻ പൊല്യൂഷന് രണ്ട് തരം കാരണങ്ങളുണ്ട്. ഒന്ന് നാച്ചുറൽ പ്രോസസ്, അതായത് ഭൂമിയിൽ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ചില എന്താ പറയാ, അതായത് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ചില മെറ്റീരിയൽസ്, ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ പോലുള്ള, അതായത് ആണവായുധങ്ങൾ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില മെറ്റീരിയൽസ് സ്വാഭാവികമായിട്ട് റേഡിയേഷൻ പൊല്യൂഷന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതായത് യുദ്ധങ്ങള്, അതുപോലെ പലതരത്തിലുള്ള പരീക്ഷണങ്ങള്, ചില രാജ്യങ്ങള് അവരുടെ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ഇത്തരത്തിലുള്ള വെപ്പൺസും, അതായത് ന്യൂക്ലിയർ വെപ്പൺസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് ഭൂമിക്ക് മൊത്തമേ അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റിന് മൊത്തമേ ഡേഞ്ചർ ആണ്. അപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാകുന്ന റേഡിയേഷൻ പൊല്യൂഷനും ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ പ്രോസസ്സ് കൊണ്ടുണ്ടാകുന്ന റേഡിയേഷൻ പൊല്യൂഷനും ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കോൺസിക്വൻസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ഇഫക്ട്സും ലേറ്റ് ഇഫക്ട്സും ആണ്. അതായത് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാല് ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. ഓക്കെ. അതായത് സ്കിന്നിന് ചിലപ്പോൾ ഡേഞ്ചർ ആകും, അല്ലെങ്കിൽ ലങ്സിന് ഡേഞ്ചർ ആകാം, അല്ലെങ്കിൽ എന്താ പറയാ അസുഖങ്ങൾ വരാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ലേറ്റ് എഫക്ട്സ്, അതായത് റേഡിയേഷൻ പൊല്യൂഷൻ എഫക്ട് ചെയ്ത് കഴിഞ്ഞാല് പതിയെ അതായത് പെട്ടെന്നായിരിക്കില്ല ചിലപ്പോൾ ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമോ ഉണ്ടാകുന്നത്, പതിയെ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ആകുന്നു. ചിലപ്പോൾ അത് അസുഖമായിട്ട് മാറാം, ക്യാൻസർ പോലുള്ള കാര്യങ്ങളായിട്ട് മാറാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളാകാം. അപ്പോ
ലേറ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വൈകി വരുന്ന എന്താ പറയാ ദുരന്തങ്ങൾ, അതായത് മനുഷ്യനായാലും അതുപോലെ എൻവയൺമെന്റിനായാലും ചില കാര്യങ്ങളിൽ, അതായത് ഈ റേഡിയേഷൻ പൊല്യൂഷൻ മൂലം ബാധിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയുമാണ് റേഡിയേഷൻ പൊല്യൂഷന്റെ കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങള്, അതായത് പരിസ്ഥിതി മലിനീകരണം കുറക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് ചില നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ നിയമങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു 3 ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തേതാണ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ഓക്കെ, അതായത് വാട്ടറുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ മലിനീകരണം അമിതമായിട്ട് തടയുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് ഒന്നിച്ച് ഉണ്ടാക്കിയ ഒരു നിയമമാണത് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ അടുത്തതാണ് ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. ഓക്കെ, വായുവിലുള്ള അമിതമായിട്ടുള്ള മലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ എന്താണ്, കുറച്ച് റെസ്ട്രിക്ഷൻ അവിടെ വരും. ആളുകൾ കൂടുതലായിട്ട് അത് എന്താ പറയാ അമിതമായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നതും, അല്ലെങ്കിൽ അതിന് ഓവറായിട്ട് ആളുകൾ ഉപയോഗിക്കാതിരിക്കുകയും, ഇപ്പോ വെള്ളത്തിലായാലും ഇപ്പൊ കൂടുതൽ ഇപ്പൊ വാട്ടർ പ്രിവെൻഷൻ ആക്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോ വെള്ളത്തിലൊക്കെ എന്താണ് തോടുകളും പുഴകളൊക്കെ ഉണ്ടല്ലോ, അവിടേക്കൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ മുമ്പൊക്കെ വലിച്ചെറിഞ്ഞിരുന്നു അല്ലെ? ഉണ്ടായിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ പ്ലാസ്റ്റിക്കുകളൊക്കെ തോടുകളിലും പുഴകളിലൊക്കെ? കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ഈ നിയമം വരുന്നത് വഴി അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യില്ല, അതായത് നിയമം ഉണ്ടെങ്കിൽ അതിന് പുറമെ പണിഷ്മെന്റ് ഉണ്ടാവും അല്ലെ? ഒരു നിയമം സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകള് അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് പുറമെ തന്നെ അതിനൊരു പണിഷ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഈ ഒരു നിയമം വഴി കൂടുതൽ ആളുകള് അതിനെ എന്താണ് ഓവറായിട്ട് ഉപയോഗിക്കില്ല, റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതാണ് 4 എണ്ണം ഉണ്ട് കേട്ടോ. ദ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ആക്ട് വന്നു. ഈ ഒരു ആക്ട് വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ ബോധറായത്. അതായത് ഈ എന്താ പറയാ, ഞാനിപ്പോ നിങ്ങളോട് പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പോസ്റ്ററൊക്കെ തയ്യാറാക്കി ആളുകള് എന്താ പറയാ സ്ട്രീറ്റിലോട്ട് ഇറങ്ങുകയും അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുകയും ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു നിയമം വന്നതിന് ശേഷമാണ് കേട്ടോ. സേവ് ലൈഫ് അല്ലെങ്കിൽ സേവ് ട്രീസ് എന്നൊക്കെ പറയുന്ന പോസ്റ്ററുകൾ നമ്മൾ കാണാൻ തുടങ്ങുന്നത് ഈ ഒരു എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ശേഷമാണ്. ഓക്കെ, കൊടുത്തിട്ടില്ല. ആ കൊടുത്തിട്ടില്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ലേ? ഒന്നും ചേർത്തോളൂ കേട്ടോ, കൂട്ടിച്ചേർത്തോളൂ. 3ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. ദ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? അടുത്തതാണ് ദ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988. അതായത് നമ്മുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്. ഈ നിയമത്തിലാണ് അതായത് ഇത്ര സ്പീഡ് പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് അതായത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദം, ഹോൺ ഉണ്ടല്ലോ, അതൊക്കെ ഇത്രയും പാടുള്ളൂ, അങ്ങനെ കുറേയധികം നിയമങ്ങള് ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ, 1988. അപ്പോ ഈ 4 നിയമങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ലോ ആണിത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. മേജർ ഗ്ലോബൽ എൻവയൺമെന്റൽ ത്രെറ്റ്സ്.
ഓക്കെ, റീഡ് ചെയ്തു. ഐശ്വര്യ ഒന്ന് റീഡ് ചെയ്യാമോ, എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്നിട്ട് ശ്രമിക്കാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതിനകത്തില്ല കേട്ടോ, നിങ്ങൾ തന്നെ പറയണം. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആദ്യത്തെ പോയിന്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, അതിനുശേഷം ഞാൻ മറ്റുള്ളവരോടും ചോദിക്കും കേട്ടോ. Of the exciting environment threats, the following are the major ones. താഴെ കൊടുത്തിരിക്കുന്നതാണ് പ്രധാനമായിട്ട് എൻവയോൺമെന്റ് ത്രെഡ്സിന് കാരണമായിട്ടുള്ളത്. ഡിപ്ലഷൻ ഓഫ് ഓസോൺ ലെയർ, ഓസോൺ ലെയറിന്റെ വിള്ളൽ എന്ന് പറയും, അതല്ലേ നമ്മുടെ പരിസ്ഥിതി മലിനീകരണത്തിലൂടെ തന്നെ എയർ പൊല്യൂഷൻ ആണ് കൂടുതലായിട്ടും. ഓസോൺ ലെയറിന് വിള്ളൽ പറ്റിയാല് അത് ഭൂമിക്കും പരിസ്ഥിതിക്കും എല്ലാത്തിനും ദോഷം തന്നെയാണ്. കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് മൂലമാണ് അത് അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ നെക്സ്റ്റ് വായിക്കണം. വേണ്ട വേണ്ട, റിൻഡ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ. ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ ഹൗസ് എന്ന് ഉദ്ദേശിച്ചത് ട്രീസ് ആണോ? നമ്മുടെ ഹരിതഗൃഹ പ്രഭാവം, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ കേട്ടിട്ടില്ല, മീഥേൻ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ മാം. അപ്പൊ നമ്മൾക്ക് ശ്വസിക്കണമെങ്കിൽ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത് ഈ പ്ലാന്റ്സിൽ നിന്നാണല്ലോ. അപ്പൊ നമ്മുടെ ഈ ട്രീസും പ്ലാന്റ്സും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ എങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് അവർക്ക് നമ്മളല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കണം. അപ്പൊ നമ്മൾ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ അതാണ്. ഗ്രീൻ ഹൗസ് എഫക്ട് വേറെ ആർക്കെങ്കിലും പറയാമോ? അപ്പുറത്തേക്ക് പറയാമോ എന്താണെന്ന്? പേര് നല്ല ഫെമിലിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവം നല്ലോണം കേട്ടിട്ടുണ്ട്. എന്താണത് അറിയില്ല. ഒരു ഹൗസ് പോലെ, ആ ഹൗസിനകത്ത് ഫുള്ള് ചെടികളും അങ്ങനെയൊക്കെ ആയിട്ട് അത് നമ്മുടെ ഭൂമിയെ ഹരിതഗൃഹം ആണല്ലോ. പക്ഷെ ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമ്മുടെ ഭൂമി ഇപ്പൊ കത്തിജ്വലിക്കുമല്ലേ മാം. അപ്പൊ ഹരിതഗൃഹ പ്രഭാവം നശിച്ചു പോയിട്ട് ഫുള്ള് നമ്മുടെ ചൂടാണല്ലോ മൊത്തം, ആഗോളതാപനം. നമ്മുടെ ഈ പുകയും മൊത്തം ആഗോളതാപനം കൊണ്ട്, അതല്ലേ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അതെ അതെ, ഓക്കെ ഓക്കെ, അത് വിട്ട് കളഞ്ഞു. കുഞ്ഞു മൂന്നാമത്തെ പോയിന്റിലേക്ക് വരും. ഡീഫോറസ്റ്റ്. ആര്യ, മൂന്നാമത്തെ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എക്സ്പ്ലെയിൻ ചെയ്യാം മാം. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ എന്താ പറയാ, ഈ മരങ്ങളൊക്കെ വെച്ച് നട്ട് അത് മുറിച്ചൊക്കെ കളയുക. പിന്നെ അതിന് സോയില്, പിന്നെ എന്താ മറ്റേ നമ്മൾ മരങ്ങൾ വെച്ച് നട്ട് പിടിപ്പിക്കുക. അത് കുറെ കാലം കഴിയുമ്പോൾ നമ്മളത് മുറിച്ച് കളയും. മനുഷ്യന് വളരെ ദോഷമായിട്ട് ചെയ്യും. പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. സോയില് അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും. അതുപോലെ എന്താ ഈ കാട്ടുതീ, അതുപോലെ കാട്ടുതീ ഉണ്ടാവും. വനനശീകരണം ഉണ്ടാവും. വനനശീകരണം മൂലം മനുഷ്യന് ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ സോയില് എണ്ണയുടെ ഉൽപാദനം വളരെ കുറയും. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഡിഫോറസ്റ്റേഷനെ കൊണ്ട് ഉണ്ടാകും. ഓക്കെ, നാലാമത്തെ പോയിന്റ് അർച്ചന. യെസ് മാം. പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. അതായത് വായു മലിനീകരണം, ജലമലിനീകരണം, നമ്മുടെ പ്രകൃതി മലിനീകരണം, സൗണ്ട് കൊണ്ട് ഉണ്ടാകുന്ന ആ മലിനീകരണം, ഇതൊക്കെ നമ്മുടെ ആഗോള താപനിലയുടെ മാറ്റത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. പിന്നെ
വായു മലിനീകരണം കൊണ്ട് ഒരുപാട് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരും. പിന്നെ ജലമലിനീകരണം, ലാൻഡ് ആൻഡ് സൗണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് ആൻഡ് സൗണ്ട് പഠിച്ചതാണ്. അത് തന്നെയാണ് കേട്ടോ അവിടെ പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാനാണ് ഞാൻ പറയിപ്പിക്കുന്നത്. അതുപോലെ ആസിഡ് പ്രിസിപ്പിറ്റേഷൻ റെയിൻ, ആസിഡ് പ്രിസിപ്പിറ്റേഷൻ ആൻഡ് റെയിൻ എന്താണ്? ആസിഡ് മഴ എന്ന് കേട്ടിട്ടുണ്ടോ? മാം, ഈ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നമ്മൾ മഴ കുറെ കാലം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും പെയ്യുമ്പോൾ അതില് കുറച്ച് അമ്ലത കൂടുതലായിരിക്കും, അമ്ലമഴ. അപ്പം അത് ഫസ്റ്റ് ടൈം വരുന്ന മഴയ്ക്ക് നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ പൊള്ളല് പോലെ, പിന്നെ മരങ്ങളും ചെടികളൊക്കെ നശിക്കാനൊക്കെ കാണും. എനിക്ക് സൾഫ്യൂരിക് ആസിഡും വേറെ ഏതൊന്നും കൂടി ഉണ്ട് മാം, അത് മറന്നുപോയി. അങ്ങനെ ഏതോ 2-3 ആസിഡ് കലർന്നു വരുന്ന മഴയായിരിക്കും അത്. അമ്ലത കൂടുതലായതുകൊണ്ടാണ് അതിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നത്. നമുക്ക് ശരീരത്തിനും പറ്റിയാലും ചെടികൾക്കും മരങ്ങൾക്കും പിന്നെ വീടുകളിലൊക്കെ തട്ടിക്കഴിഞ്ഞാല് അതൊക്കെ ഒരുമാതിരി ദ്രവിച്ചു പോകുന്ന ഒരു ടൈപ്പ് ആയിരിക്കും ആ ജലം. ഹൈഡ്രജൻ അയോണുകൾ കൂടുതൽ ഉണ്ടായിരിക്കത്തില്ല മിസ്സേ, അതല്ലേ pH ലെവൽ കുറയുക എന്ന് പറയുന്നത്? അതെ. നെക്സ്റ്റ് ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ എന്താ? മെഡിസിന്റെ ഒക്കെ ഇതും അങ്ങനെയൊക്കെ ഉള്ളത് കത്തിക്കുന്ന അമിതമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വിഷമാലിന്യങ്ങള് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കെമിക്കൽസ്, അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് ഓരോന്നും കേട്ടോ. ആൻഡ് റിസോഴ്സസ് ഡിപ്ലക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് കിട്ടുന്ന റിസോഴ്സിന്റെ ഉപയോഗം മൂലം അത് തീർന്നു പോകുന്നു. ക്ഷയിച്ചു വരുന്നു അല്ലെ? ക്ഷയം എന്നാണ് കേട്ടോ ഡിഫ്ലക്ഷൻ എന്നതുകൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത്. വിഭവങ്ങളുടെ എന്താ പറയാ ക്ഷയം, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനത് എന്തായാലും ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് വൺ, അതായത് നമ്മുടെ മേജർ ഗ്ലോബൽ എൻവയൺമെന്റൽ ത്രെറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ എൻവയൺമെന്റിനെ ബാധിക്കുന്ന ഭീഷണികൾ, ത്രെറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓഫ് ദ എക്സിസ്റ്റിംഗ് എൻവയൺമെന്റ് ത്രെറ്റ്സ് ദ ഫോളോവിംഗ് ആർ മേജർ വൺസ്. അതായത് നിലനിൽക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന, അതായത് എൻവയൺമെന്റിനെ കൂടുതലായിട്ട് ബാധിക്കുന്ന ചില ഭീഷണികൾ അല്ലെങ്കിൽ ത്രെറ്റ്സിനെ കുറിച്ചിട്ടാണ് ഓരോ പോയിന്റിലും അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേതെന്ന് പറയുന്നത് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ ആണ്. അതായത് ഓസോൺ പാളി ക്ഷയിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ എൻവയൺമെന്റില് ഓസോൺ പാളിയില് വിള്ളൽ ഉണ്ടാകുന്നത് മൂലം സൂര്യന്റെ അൾട്രാ വയലറ്റ് കിരണങ്ങള് നേരിട്ട് ഭൂമിയിൽ എത്തുന്നു. ഓക്കെ, UV റേസ് എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് എത്തുന്നു. അതിനെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു ഓസോൺ പാളിയാണ്. അപ്പോ അതിന് വിള്ളൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും UV റേസ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് എത്തുന്നു. ഇതുമൂലം പലതരം രോഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ സ്കിൻ ക്യാൻസർ. സ്കിൻ ക്യാൻസർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ഐക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സസ്യങ്ങൾ, പ്ലാന്റ്സുകൾ ധാരാളം നശിക്കുന്നു. അതുപോലെ ആനിമൽസിന് കൂടുതലായിട്ടുള്ള ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ UV റേസ് ഭൂമിയിൽ വരുന്നതിലൂടെ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഓസോൺ ലെയർ സംരക്ഷിക്കുക. എപ്പോഴും നമ്മൾ പോസ്റ്ററുകളിലും അല്ലെങ്കിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ക്ലൈമറ്റ് സെഷൻസ് ഒക്കെ നടത്താറുണ്ട്. അവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ത്? ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. പല രാജ്യങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ട് പോലും ഇപ്പോഴും നമുക്കത് പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് ഒരു പ്രശ്നം, അതായത് ഓസോൺ ലെയറിൽ ഡിപ്ലഷൻ വരിക എന്ന് പറയുന്നത് അത് പല കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അതിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്കറിയാം ഭയങ്കര ചൂടാണ് അല്ലെ? ഏറ്റവും കൂടുതൽ ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതായത് ഇത്തരത്തില് ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഓക്കെ,
ദെൻ രണ്ടാമത്തേത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അതായത് നമുക്കറിയാം ചില ഗ്യാസസ് ഉണ്ട്, വാതകങ്ങളുണ്ട് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള വാതകങ്ങളുടെ വർധനവ് മൂലം ഭൂമിയുടെ സാധാരണ താപനില കൂടുന്നു. അതായത് ശരാശരി ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ എന്ത് അനുഭവപ്പെടുന്നു? ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നു. അത് എന്തുമൂലമാ? ഇത്തരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ മീഥേൻ തുടങ്ങിയ വാതകങ്ങളുടെ വർധനവ് മൂലമാണ്. അപ്പോ ഇങ്ങനെ ചൂട് അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് വെള്ളം തരുന്നത് ആരാണ്? വെള്ളം എങ്ങനെയാ വരുന്നേ? നദികൾ എങ്ങനെയാ ഉത്ഭവിക്കുന്നേ? നദികളുടെ സോഴ്സ് എവിടെന്നാ അറിയാമോ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എവിടെന്നാ? ഗ്ലേസിയേഴ്സ് കേട്ടിട്ടുണ്ടോ? ഹിമാനികൾ എന്ന്. ഗ്ലേസിയേഴ്സ് എന്നാണ് ഹിമാനികൾ അല്ലെ, ഹിമാനികളിൽ നിന്നാണ് നദികൾ ഉത്ഭവിച്ചു വരുന്നത്. അപ്പോ അവര്, അതായത് ഹിമാനികൾ ഉരുകുന്നു. ഹിമാനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞുകട്ട പോലുള്ള ഒരു സംഭവമാണ് അല്ലെ, അതാണ്. അപ്പോ അത് ഉരുകുന്നത് വഴി എന്താണ് ഇങ്ങനെയുള്ള, അതായത് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടയാകുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ സീ ഉണ്ടല്ലോ, കടല്, അതിനകത്ത് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് നമ്മുടെ സീ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചില്. അപ്പോ അതിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതെന്തിനാ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നേ? ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ മിസ് എന്തിനാ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതെന്ന്? ആരെങ്കിലും കരുതിയോ അങ്ങനെ? നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ ത്രെഡ്സ് അല്ലേ മാം, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണോ? അല്ല കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ. ഏതെങ്കിലും ഒരു കുഞ്ഞ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിന് വിശദീകരണം ഉണ്ടാവണം കേട്ടോ, എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പോസ്റ്ററുകളും മറ്റൊക്കെ തയ്യാറാക്കാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാല് നമുക്ക് ബേസിക് ആയിട്ട് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് കേട്ടോ. ഓക്കെ, then next one, deforestation, soil erosion, desertification and growth. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് നമ്മുടെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാല് വനനശീകരണം, വനങ്ങൾ വെട്ടി നശിപ്പിക്കുക. എന്തിനാണ് അമിതമായിട്ട് കൂടുതലായിട്ട് വനങ്ങൾ എന്തിനാണ് വെട്ടി നശിപ്പിക്കുന്നത്? ട്രീസും മറ്റൊക്കെ എന്തിനാണ് വെട്ടി കട്ട് ചെയ്യുന്നത്? ഫർണിച്ചർ ഉണ്ടാക്കാന്. ഫർണിച്ചർ ഉണ്ടാക്കാൻ, പിന്നെ കെട്ടിടങ്ങൾ വരാൻ അല്ലെ, ഫ്ലാറ്റുകളും മറ്റുള്ള കാര്യങ്ങള് അവിടെ വരുന്നതിന് വേണ്ടിയിട്ടാണ്, സ്ഥലം എടുക്കാനാണ്, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള, അതായത് ഈ ഒരു എന്താ ഫോറസ്റ്റ് ഏരിയയിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ട് ട്രീസ് ഉള്ള സ്ഥലങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെയൊക്കെ ഫ്ലാറ്റ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഫാക്ടറികൾ വരുന്നു, ക്വാറികൾ വരുന്നു. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രകൃതിയെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ മണ്ണിന്റെ, അതായത് സോയിൽ ഇറോഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ലാൻഡ് പൊല്യൂഷനില്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ, അതായത് വെള്ളം ഇല്ലാതാകുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ജീവജാലങ്ങൾ, അതായത് നമ്മുടെ എൻവയൺമെന്റിലുള്ള സസ്യജന്തുജാലങ്ങൾ ഇല്ലാതാവുക, പിന്നെ വരൾച്ച നേരിടുക, ഡ്രൈ ആവുക, അതായത് വെള്ളമില്ലാതെ. നമുക്കറിയാം ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ നമ്മള് ഭാരതപ്പുഴയുടെ കരയിലൂടെ ഒന്ന് പോയാൽ മതി, വെള്ളം കാണാൻ പറ്റുമോ അവിടെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരുഭൂമി പോലെയാണ്. അവിടെ ഇവിടെ വെറുതെ ഒരു തുള്ളി മഴത്തുള്ളി കിടക്കുന്നത് പോലെ കാണാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ, അത്രയും ശോകാണ്. നമുക്കത് പുഴയാണെന്ന് പറയാനേ പറ്റില്ല. അപ്പോ ഇത്തരത്തില് എന്താണ് ഇങ്ങനെയുള്ള ഒരു വരൾച്ച ഉണ്ടാവുക. അപ്പോ ധാരാളം പ്രശ്നങ്ങള് ഇങ്ങനെ എന്താണ് നമ്മളെ നേരിടുന്നതാണ് കേട്ടോ. അടുത്തത് നാലാമത്തെ പോയിന്റ് ആണ് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സൗണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് ആൻഡ് സൗണ്ട് പൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ആസിഡ് പ്രിസിപ്പിറ്റേഷൻ റെയിൻ. അതായത് ആസിഡ് മഴ എന്ന് പറയുന്നുണ്ട് അല്ലെ. ആസിഡ് മഴ എന്താണ്?
എങ്ങനെയാണ് ആസിഡ് മഴ ഉണ്ടാകുന്നത്? സൾഫർ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡും മഴവെള്ളത്തിൽ ലയിച്ചാണ് ആസിഡ് മഴ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ രണ്ടു തരം ഗ്യാസുകളുടെ മിക്സ്ചറോട് കൂടിയിട്ടാണ് ആസിഡ് മഴ പെയ്യുന്നത്. ഈ ആസിഡ് മഴ എന്ന് പറയുന്നത് കൃഷിയെ ദോഷകരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവയെ, പിന്നെ ജലത്തിൽ, അതായത് നമ്മുടെ കടലിനടിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അരുവികളിലും പുഴകളിലൊക്കെ കാണപ്പെടുന്ന ജലജീവികൾ ഉണ്ടല്ലോ, മീൻ ഉൾപ്പെടെയുള്ള ജലജീവികൾ ഉണ്ട്, ഇവയൊക്കെ കൂടുതലായിട്ട് ഈ ആസിഡ് മഴ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഒരു ഭീഷണിയാണ്. ഓക്കെ, ദെൻ 6th വൺ എന്ന് പറയുന്നത് ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ ആണ്. അതായത് അമിതമായിട്ട് ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ, അമിതമായിട്ടുള്ള മാലിന്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് അതിനകത്ത് വരിക? ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസ്? അപ്പോൾ മെഡിസിനൽ വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ്, യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ്. അതെ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വരും, വ്യാവസായികമായിട്ടുള്ള മാലിന്യങ്ങൾ വരും, അതുപോലെ തന്നെ കെമിക്കൽസ്, രാസവസ്തുക്കള്, then അതുപോലെ പ്ലാസ്റ്റിക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ട് നമ്മൾ സംസ്കരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഡിസ്പോസൽ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് എൻവയൺമെന്റിന് ഒരു ഭീഷണിയാണ്. ഓക്കെ, നെക്സ്റ്റ് 7th വണ്ണാണ് റിസോഴ്സസ് ഓഫ് ഡിഫ്ലക്ഷൻ. അതായത് പലതരത്തിലുള്ള ക്ഷയം അല്ലെങ്കിൽ എന്താ പറയാ, ഇത്തരത്തിലുള്ള ത്രെട്ട് മൂലം നമുക്ക് പലതരത്തിലുള്ള ഡിഫ്ലക്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ആദ്യത്തേതാണ് ഡിഫ്ലക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഗ്രൗണ്ട് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭ ജലമാണ്, ഭൂമിക്കടിയിലുള്ള. ഓക്കെ, ഭൂഗർഭ ജലത്തെയാണ് നമ്മള് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും എന്താണ്, അതില്ലാതെയാകാനായിട്ടുള്ളൊരു ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭൂഗർഭ ജലം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ കുറയുന്നതിലൂടെ നമ്മള് കുടിക്കുന്ന വെള്ളവും അതുപോലെ കൃഷിക്കായിട്ടുള്ള വെള്ളവും ഒക്കെ കുറവ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, then next one, deflection of biological diversity. ഓക്കെ, എന്താണ്? അതായത് നമ്മുടെ പ്ലാന്റ്സ് അതുപോലെ അനിമൽസ് ഇവയൊക്കെ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ബയോളജിക്കൽ ഡിവേഴ്സിറ്റി നമുക്കറിയാം, ചില അനിമൽസ് അല്ലെങ്കിൽ ചില പ്ലാന്റുകൾക്കൊക്കെ വംശനാശം സംഭവിച്ചതായിട്ട് അറിയാം അല്ലെ. ചില മുമ്പുണ്ടായിരുന്ന ചില സസ്യങ്ങള് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ചില ആനിമൽസിനെയൊക്കെ നമുക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഉണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ? എക്സാമ്പിൾ പറയാ. എക്സാമ്പിൾ കുറുക്കനില്ല, ഇപ്പൊ കുറുക്കന്റെ കുറവാ. പിന്നെ അണ്ണക്കണ്ണൊക്കെ വംശനാശം വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ചീറ്റപ്പുലി, ചീറ്റപ്പുലി, സിംഹവാലൻ കുരങ്ങൻ. ഓക്കെ, ഓക്കെ, അതെ അതെ അതെ, സിംഹവാലൻ കുരങ്ങ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്തരത്തില് പലതരത്തിലുള്ള പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും അത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥ ഉണ്ടാകാനായിട്ട് കാരണമാകും. Then deflection of genetic variability. എന്താണ്? അതായത് ജനറ്റിക് വേരിയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ, അതായത് നമ്മുടെ എൻവയൺമെന്റിലെ ജീവികളുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയും അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പവറും കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ ഉടനെ തന്നെ ചത്തുപോകുന്ന ഒരവസ്ഥ ആനിമൽസിന് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന് ഈ ആനിമൽസ് ചത്തുപോകുന്നു. പിന്നെ മനുഷ്യനായാലും പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട്, അതായത് പുതിയ പുതിയ രോഗങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുന്നു. അതാണ് ജനറ്റിക് വേരിയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഡിഫ്ലക്ഷൻ ഓഫ് ഓഷൻ ബർഡ് സോഴ്സസ്. അതായത് നമ്മുടെ ഓഷനിലെ, അതായത് നമ്മുടെ സമുദ്രത്തിന് അടിത്തട്ടിലുള്ള ചില ജീവികളുണ്ട്. ഏതൊക്കെയാണ് സമുദ്രത്തിന് അടിത്തട്ടിലുള്ള, ഓഷന്റെ അണ്ടറിലുള്ള ജീവികൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാ? കടൽ കുതിര, ആപ്പകള്, കടലാമ. കുറെ അധികം ഉണ്ട് അല്ലെ. നല്ല രീതിയിൽ മത്സ്യസമ്പത്ത് ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള മീനുകൾ ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ കടലാമ, പിന്നെ നീരാളി, അങ്ങനെ കുറെ അധികം നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് സമുദ്രത്തിനടിയിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള, അതായത് ആ ഓഷന്റെ അണ്ടറിലുള്ള ജീവജാലങ്ങൾക്ക് ഒക്കെ നാശം വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ,
ദെൻ ഡിഫ്ലക്ഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണെന്നല്ലേ. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഏതൊക്കെയാണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് കൽക്കരി, പെട്രോൾ, കൽക്കരി ഉണ്ട്, പെട്രോളിയം ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള ധാതുക്കളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. Then 8th one, energy crisis, nuclear energy, radiation and synthetic fuel. Okay. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എനർജി ക്രൈസിസ് എന്ന് പറയുന്നത് മനസ്സിലായോ? മറ്റേ ആണവോർജം അങ്ങനത്തെ ഒക്കെ അല്ലേ? അത് തന്നെ. അമിതമായിട്ടുള്ള ആണവോർജം ഉപയോഗിക്കുന്നത് എന്താണ് ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ ഫ്യൂവൽ, അതായത് ഇന്ധനക്ഷാമം ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലായിട്ട് കാണപ്പെടും. ഓക്കെ, ദാറ്റ് ഈസ് എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ. ഓക്കെ, അപ്പോ ഇന്ധനക്ഷാമം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആണവോർജം അധികമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ കൂടുതലായിട്ട് നമ്മുടെ പരിസ്ഥിതി ഡേഞ്ചറസ് ആകുന്നു. Then 9th one, biological weapon research and nuclear arms race. അതായത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നു. അതായത് ജീവാണു എന്താ പറയാ, അതായത് നമുക്കറിയാം എന്താ പറയാ, പലതരത്തിലുള്ള ആണവായുധങ്ങളിലൂടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള വൈറസുകളും കാര്യങ്ങളൊക്കെ വിടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും, ഇല്ലേ? ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമുക്കറിയാം യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ കൊറോണ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണെന്ത്, ചൈനയാണ് അമേരിക്കയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വൈറസ് കണ്ടുപിടിച്ചെന്നല്ലേ? കേട്ടിട്ടുണ്ടോ? അല്ലേ? അപ്പോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള, അതായത് ഇങ്ങനെയുള്ള ആണവായുധങ്ങൾ പരീക്ഷിക്കുകയും പുതിയ പുതിയ വൈറസുകൾ സൃഷ്ടിക്കുകയും വഴിയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ എൻവയൺമെന്റിന് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ കോമ്പറ്റീഷൻ ആണ്. പല രാജ്യങ്ങളും തമ്മിൽ നമ്മൾ കേൾക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങൾ. നമ്മുടെ ഇവിടെ അല്ല, മറ്റു രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? വാർത്തയിൽ കേൾക്കാറുണ്ടോ? യുദ്ധങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ളത്. അപ്പൊ അത് അമിതമായിട്ട്, അതായത് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, then conquering of the outer space, ലാസ്റ്റ് വൺ ആണ് കേട്ടോ. അതായത് ബഹിരാകാശ നിലയം എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്റർനാഷണൽ സ്പേസ് കേട്ടിട്ടുണ്ട്. അതായത് ബഹിരാകാശത്തിൽ നടക്കുന്ന, അതായത് നമ്മുടെ ആ ഒരു സ്പേസ് സെന്ററിൽ നടക്കുന്ന കുറെ കോമ്പറ്റീഷൻ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അവിടെ മത്സരം നടക്കുന്നത്? പുതിയ കാര്യങ്ങൾ ആദ്യം ഡിസ്കവർ ചെയ്യണം. പുതിയ കാര്യങ്ങൾ ആരാദ്യം കണ്ടുപിടിക്കും. അപ്പോ എന്താണ്, പലതരത്തിലുള്ള കാര്യങ്ങൾ അവര് വെറുതെ ഇരിക്കുന്നില്ല. അവരവിടെ വെറുതെ ഇരിക്കുകയാണോ ബഹിരാകാശത്ത് പോയിട്ട്? അല്ല അല്ല അല്ലേ, അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവരെ പല പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരവിടെ പോകുന്നത് അല്ലെ? അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ അവര് പല പല പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും മറ്റും എന്താണ്, മനുഷ്യനും അതുപോലെ തന്നെ എൻവയൺമെന്റിലെ മറ്റ് ജീവജാലങ്ങൾക്കും ഒരു ത്രെറ്റ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത്, മാൻ ആൻഡ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ടോപ്പിക്, അതായത് ഈ ചാപ്റ്റർ ഒന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ എടുക്കാവോ? നല്ല ടോപ്പിക് അല്ലേ? കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി ചേർക്കാനുണ്ടാകും. ഓക്കെ, എത്രയെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത്രയധികം എഴുതണമെന്നോ അല്ലെങ്കിൽ കുറച്ച് എഴുതണമെന്നോ ഒന്നും പറയുന്നില്ല. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് സെമിനാർ പ്രിപ്പയർ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ വരിക, അതായത് നെക്സ്റ്റ് വെനസ്ഡേ. ഓക്കെ ആണോ? ടോപ്പിക് ഇല്ല, ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഇഷ്ടമുള്ള ടോപ്പിക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം.
അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ പോലെ സെമിനാർ ചെയ്യാം, മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയുവാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ഇതിന് സെലക്ട് ചെയ്യാം. പലതരത്തിലുള്ള ടോപ്പിക്കുകൾ ഈ ചാപ്റ്ററിൽ ഉണ്ട് അല്ലേ? കണ്ടതല്ലേ നമ്മള്? ആണോ അല്ലയോ? അപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് സെമിനാർ ചെയ്യാം. അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെമിനാർ പ്രസന്റ് ചെയ്യാം. ഓക്കെ. ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ടും ചെയ്യേണ്ടത്. നമ്മുടെ ഭാഷ, ലാംഗ്വേജ് ഫ്ലുവന്റ് ആവണ്ടേ? അപ്പൊ അതില് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മലയാളത്തിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. മാം എന്റെ ഇതൊന്ന് കാണിക്കട്ടെ. ഞാൻ നെക്സ്റ്റ് വീക്ക് ഉണ്ടാവൂല, അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് 5 minutes ചെയ്തതാണ്. ഓക്കെ ഓക്കെ. കാണുന്നുണ്ടോ മിസ്സേ? കാണുന്നുണ്ട് കേട്ടോ മേഘന. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിച്ചോളൂ. അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. ടൈപ്സ് ഓഫ് ഇത് കണ്ടോ മിസ്? ഓരോന്ന് ചെയ്തു. ഓക്കെ. ലാൻഡ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, പിന്നെ എയർ പൊല്യൂഷൻ, പിന്നെ വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ സെമിനാർ പ്രസന്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരണേ. നമുക്ക് പ്രസന്റ് ചെയ്യാലോ. എന്താണ്? ഇതിൽ ഏത് ടോപ്പിക് വേണമെങ്കിലും നമുക്ക് പ്രസന്റ് ചെയ്യാലോ സെമിനാർ. ഏത് ടോപ്പിക് വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം, കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മാം. I'm Tanuja, signing out of Ashwini ma'am's class. Today ma'am's class was about radiation pollution, central and state pollution control boards, and major global environmental threats. Like in every class, ma'am explained things very well today. I believe everyone understood the class very well. I would like to thank Ashwini ma'am who took the class and all the friends who attended the class. I bid farewell to everyone, hoping to see you again in the next class. Thank you. Okay, thank you so much. Next ക്ലാസ്സിൽ കാണാം കേട്ടോ. Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.